അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഫാത്തിറിന്റെ 28 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും വഅൻഫഖൂ. സുക്കൂനുള്ള നൂനേഷം ഫാവ് വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. തിജാറത്തല്ല അവിടെ മണിക്കരുത്, എന്നാൽ ലാത്ത അവിടെ മണിക്കണം. ആദ്യത്തെ ഇടത്തിൽ ബിലാഗുന്നയാണ്. തല്ല എന്ന് മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം. അടുത്തത് ഇഖ്ഫ ആണ്. ലാത്ത അവിടെ മറച്ചു മണിക്കണം എന്നാണ്. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. ഗഫൂറുൻ ഷ തൻവീനേഷം ഷീന് വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. സാബിഖും ബി എന്നിടത്ത് തൻവീനേഷം ബാ വരുമ്പോൾ ഇഖ്ലാബാണ്, മീമാക്കി മറിച്ച് മണിക്കണം എന്നാണ്. ذلك هو الفضل الكبير جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤ ولباسهم فيها حرير وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. الذي أحلنا دار المقامة من فضله لا يمسنا فيها نسب ولا يمسنا فيها لغوب. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിലെ അനേകം വസ്തുക്കളും അവരുടെ കളറുകളും നമുക്ക് നൽകപ്പെടുന്ന അനേകം ഫലവൃക്ഷങ്ങളും അതിൽ നിന്ന് പുറത്തു വരുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള ഫലങ്ങളും അവയെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇന്നല്ലദീന തീർച്ചയായും ഒരു വിഭാഗം യത്ലൂന അവർ തിലാവത്ത് എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ അർത്ഥം പറഞ്ഞു, പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ ഓതുക, അതുമല്ലെങ്കിൽ പിന്തുടരുക എന്നുകൂടി അർത്ഥമുണ്ട്. കിതാബ് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം അവർ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ അവർ പിന്തുടരുന്നു. വഅഖാമുസ്സലാ നമസ്കാരം നിലനിർത്തുന്നു. വഅൻഫഖൂ അവർ ചെലവഴിക്കുന്നു. മിമ്മ ഒന്നിൽ നിന്ന്, റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന്, സിർറൻ രഹസ്യമായിട്ടും, വഅലാനിയതൻ പരസ്യമായിട്ടും. അങ്ങനെയുള്ള ആളുകൾ യർജൂന അവർ ആഗ്രഹിക്കുന്നത് തിജാറത്തൻ ഒരു കച്ചവടമാണ്,
ലം തബൂർ, നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ വേദഗ്രന്ഥം മനസ്സിലാക്കി അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന, നമസ്കാരം നിലനിർത്തുന്ന, ആ ചെലവഴിക്കുന്നത് തന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും. പരസ്യമായി ദാനം ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ചിലത് പറ്റും. ഇപ്പൊ സക്കാത്ത് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. അത് കൊടുക്കപ്പെടുന്നവർക്കല്ലല്ലോ, നമ്മളതിന് ഏൽപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് എന്തായാലും കൊടുക്കണം. എന്നാൽ രഹസ്യമായി ചെയ്യേണ്ടത് ചിലതുണ്ടാവും, വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അതെല്ലാവരും കൊട്ടിപ്പാടി അറിയിക്കേണ്ടതില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിച്ചാൽ, ഇപ്പോൾ ചില കമ്മിറ്റികളൊക്കെ കൊടുക്കുന്നത് പരസ്യമായി കൊടുക്കും. കാരണം കമ്മിറ്റി വ്യക്തിയല്ലല്ലോ. അതോടുകൂടി ആളുകൾ അറിഞ്ഞാൽ മറ്റു കമ്മിറ്റികൾക്കത് അതൊരു ആവേശമാകും. അവരും അവരാൽ കഴിയുന്ന പല രൂപത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്താൻ അത് കാരണമായി തീരും. അപ്പം ചിലത് രഹസ്യമായി കൊടുക്കേണ്ടതുണ്ട്, ചിലത് പരസ്യമായും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ രണ്ടും എടുത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? നോക്കൂ നിങ്ങൾ, എത്രമാത്രം സമ്പത്താണ് മുസ്ലിം സമൂഹം ഈ റമദാനിലൊക്കെ ചെലവഴിച്ചിട്ടുള്ളത്. എത്രയോ ആളുകൾ ഈ ദീനിന് വേണ്ടി എന്തെല്ലാം സമയങ്ങളും അവരുടെ ആരോഗ്യവും അവരുടെ ജീവിതവും ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ വലിയൊരു ലാഭമാണതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് വെറുതെ ആയാൽ എത്ര വലിയ നഷ്ടമായിരിക്കും. വെറുതെ ആവില്ല എന്നുറപ്പുള്ളത് കൊണ്ടല്ലേ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്, ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത്, ഇതിനു വേണ്ടി നേരവും ആരോഗ്യവും ആയുസ്സും ചെലവഴിക്കുന്നത്. അള്ളാഹു അതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊന്നും വെറുതെ ആവൂല. അള്ളാഹ് പറയാനില്ലേ, യുവഫിയഹും ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നിറവേറ്റി കൊടുക്കാൻ, വയസീദഹും മിൻ ഫളിഹി, അവന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കുവാനുമാണ്. ഇന്നഹു, തീർച്ചയായിട്ടും അള്ളാഹു ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, ഷക്കൂറുൻ, ഏറെ നന്ദിയുള്ളവനുമാണ്. ഇപ്പോൾ അള്ളാഹു അത് കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഈ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവസാനം അതിനെപ്പറ്റി തൊട്ടടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടം വരാത്ത കച്ചവടമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവർക്ക് കൂടുതൽ കൊടുക്കുമെന്നത് കൂടി ഒരു ഓഫറായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. വല്ലദീ ഔഹൈന ഇലൈക, വേദഗ്രന്ഥത്തിൽ നിന്ന്, മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് ഞാൻ വഹ്യ് നൽകിയത്, ഹുവൽ ഹഖ്, അത് ഹക്കാണ്, അത് സത്യമാണ്, അത് യഥാർത്ഥമാണ്. മാത്രമല്ല മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. പൂർവഗ്രന്ഥങ്ങൾ, വേറെയും വേദഗ്രന്ഥങ്ങൾ ലോകത്ത് അവതരിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പല പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനെ സത്യപ്പെടുത്തുന്നതാണ് ഈ ഗ്രന്ഥം എന്നാണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലുള്ള പല വേദഗ്രന്ഥങ്ങളും മറച്ചു നോക്കിയാൽ അത് മുസ്ലിങ്ങളുടേതല്ലാത്തതാണെങ്കിൽ പോലും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന എത്ര ഗ്രന്ഥങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഹിരണ്യഗർഭ സമവർത്തതാകെ ബുധസ്യ ജാത വരിദേക ആസിദ് സദാധാര പൃഥ്വീം ധ്യാമുദേമാം കസ്മൈ ദേവായ ഹവിസാവിദേയ. ഋഗ്വേദത്തിലുള്ളൊരു വാക്യമാണിത്. ആദിയിൽ ഹിരണ്യഗർഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് എല്ലാ ചരാചരങ്ങളെയും പടച്ചത്. അവന് മാത്രം ഹവിസർപ്പിക്കണം എന്നാണ്, അവനെ മാത്രം ആരാധിക്കണം എന്നാണ്. ബൈബിളിലുണ്ട് മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-30 വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ അവനെ മാത്രം വിശ്വസിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്നിട്ട് തൗഹീദിന്റെ പക്കയായ വചനങ്ങൾ. ഇപ്പൊ വേദഗ്രന്ഥങ്ങൾ മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട്, അതിൽ പലതും കടത്തിക്കൂട്ടിയും അല്ലാത്തതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ സത്യപ്പെടുത്തുന്ന വചനമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ്. ഹുവൽ ഹഖ്, ഇത് ഹക്കാണ്, ഇത് യാഥാർത്ഥ്യമാണ്, മുമ്പ് അവതരിപ്പിച്ചതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ബി ഇബാദിഹി, അവന്റെ ദാസനാൽ, ഖബീറും ബസീർ, സൂക്ഷ്മമായി അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹുവിന്റെ അടിമകളെ പറ്റി അള്ളാഹു നല്ലോണം അറിയുന്നവനാണെന്നാണ്. എന്നിട്ട് അള്ളാഹു വേദഗ്രന്ഥം നൽകപ്പെട്ട ഈ സമുദായത്തിന്റെ 3 അവസ്ഥകളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഈ ഉമ്മത്ത് അഥവാ കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മത്തുണ്ടല്ലോ, ഈ ഖുർആൻ നൽകപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, അവരെ പറ്റിയാണ് അടുത്ത ആയത്ത്. സുമ്മ ഔറസ്നൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തെ പിന്നീട് നാം അവകാശപ്പെടുത്തി കൊടുക്കുന്നു, അനന്തരം കൊടുക്കുന്നു. അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിന,
നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത ചില ആളുകൾക്ക് അത് ഈ ഉമ്മത്താണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് 3 വിഭാഗം ഉണ്ടാവും. ഫമിൻഹും, അവരിൽ ളാലിമുൽ ലിനഫ്സി, ആത്മാവിനോട് അതിക്രമം കാണിച്ചവരുണ്ടാവും, ദുൽമ് ചെയ്തവരുണ്ടാവും. ഈ ഉമ്മത്തിൽ പല തോന്നിയാസങ്ങളും കളിക്കുന്ന ആൾക്കാരുണ്ടാവും. മുസ്ലിം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ തെണ്ടിത്തരവും, എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ അതിക്രമങ്ങളും കാണിക്കുന്നവർ ഈ ഉമ്മത്തിൽ ഉണ്ടാവും. എന്നാൽ വമിൻഹും മുഖ്തസിദ്, മിതത്വം പാലിക്കുന്നവരുണ്ടാവും. അവര് മതവിശ്വാസികളാണ്, നിർബന്ധ കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ വല്ലാതെ പുണ്യകർമ്മങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. അങ്ങനെ ആർക്കും ദ്രോഹം ചെയ്യാതെ, സമൂഹത്തിന് ആരെയും ഉപദ്രവിക്കാതെ, ഒരു മിതത്വത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമായി അവരങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടാവും. വമിൻഹും, മൂന്നാമതൊരു കൂട്ടരുണ്ട്, സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുൻകടക്കുന്നവർ. സാബിഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്കുന്നവർ, ബിൽ ഖൈറാത്ത്, നന്മകളെ കൊണ്ട് മുൻകടക്കുന്നവർ, ബി ഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി അനുസരിച്ച്, പടച്ചോൻ്റെ ഇതിനോടുകൂടി. അതിന് വലിയ അള്ളാഹുവിൻ്റെ ഫضല് വേണം, ഔദാര്യം വേണം, റഹ്മത്ത് വേണം, തൗഫീഖ് വേണം. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവരെല്ലാ കാര്യത്തിലും മുമ്പിലായിരിക്കും. ജമാഅത്തിന് മുമ്പിൽ, ഖുർആൻ പഠനത്തിന് മുമ്പിൽ, ദാനധർമ്മങ്ങൾക്ക് മുമ്പിൽ. നല്ല മനുഷ്യരാണ്, നല്ല സ്വഭാവമാണ്, അവരുടെ കുടുംബത്തിൽ നല്ലവരാണ്, സമൂഹത്തിൽ നല്ലവരാണ്, എല്ലാത്തിലും നല്ലവരായ കുറെ ആൾക്കാരുണ്ടാവും. ഈ 3 ആൾക്കാരെ നമ്മുടെ ചുറ്റും കാണാം, അല്ലേ? അല്ലാഹ് പറയാൻ, ദാലിക ഹുവൽ ഫളുൽ കബീർ. ഈ അവസാനം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് വലിയൊരു അനുഗ്രഹമാണ്, അത് വലിയൊരു യോഗ്യതയാണ്, അള്ളാഹുവിൻ്റെ ഫളലാണ്. ഫളുൽ കബീർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫളലാണ്, വലിയൊരു അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ വലിയ ശ്രേഷ്ഠതയാണ് അക്കൂട്ടർക്ക് ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ ഇങ്ങനെയൊക്കെ സമയവും നേരമൊക്കെ ചെലവഴിച്ച് ഈ ഉമ്മത്തിൽ പണിയെടുക്കുന്ന ആളുകൾ വലിയൊരു കച്ചവടാന്ന് പറഞ്ഞല്ലോ. അള്ളാഹു അതിന് കൊടുക്കുന്ന പ്രതിഫലം, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ, ജന്നാത്തു അദ്ൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. ജന്നാത്തു അദ്ൻ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ എന്നാണ്. യദ്ഖുലൂനഹാ, അവരതിൽ പ്രവേശിക്കും. അപ്പൊ ഈ ഉമ്മത്തിൽ 3 വിഭാഗമാണെന്ന് പറഞ്ഞല്ലോ. ഈ ഉമ്മത്തിൽ 3 വിഭാഗമാണെന്ന് പറഞ്ഞ ആ 3 വിഭാഗത്തിൽ 3 കൂട്ടരും പ്രവേശിക്കുമോ ഇല്ലയോ, ഇതിൽ തഫ്സീറുകളിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞ വിഭാഗം എന്തായാലും പ്രവേശിക്കും. ആദ്യം പറഞ്ഞ വിഭാഗവും രണ്ടാമത് പറഞ്ഞ വിഭാഗവും വിചാരണ ഉണ്ടാവും, ചോദ്യം ഉണ്ടാവും. ചില ആളുകൾ ഒരു പക്ഷേ നരകത്തിൽ അവർ ചെയ്ത തിന്മക്ക് അനുസരിച്ചുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രം സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അടിത്തറ ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് സ്വർഗം പ്രതീക്ഷിക്കാന്നാണ്. യുഹല്ലൗന ഫീഹ, അവരതിലേക്ക് പ്രവേശിക്കുന്നു, അവർ അണിയിക്കപ്പെടുന്നു. ആഭരണം അണിയിക്കപ്പെടുന്നു. മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലു, ഒന്ന് സ്വർണത്തിന്റെ വളകൾ, വലുഉലു, മുത്തിന്റെ വളകളും അവർ അണിയിപ്പിക്കപ്പെടുന്നതാണ്. വലിബാസുഹും, അവരുടെ വസ്ത്രം, ഫിഹ ഹരീർ, പട്ടുവസ്ത്രമായിരിക്കും. പട്ടുവസ്ത്രവും സ്വർണവളകളും മുത്തുവളകളും ഒക്കെയായിട്ട് സ്വർഗത്തിന്റെ അലങ്കാരങ്ങളിലായിരിക്കും അവർ. വഖാലു, അവർ പറയുന്ന എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ, എങ്ങനത്തെ അള്ളാഹുവാണ്, അദ്ഹബ അന്നൽ ഹസൻ, എല്ലാ ദുഃഖവും ഞങ്ങളിൽ നിന്ന് നീക്കിത്തന്നല്ലോ അല്ലാഹ്. ഏറ്റവും വലിയ കച്ചവടത്തിന് കിട്ടിയ ലാഭാണത്. ടെൻഷനും പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ആശങ്കകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്ത് എല്ലാം കടിച്ചമർത്തി അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിച്ചൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഇനിയൊരിക്കലും ദുഃഖിക്കേണ്ടതില്ലാത്ത, ഇനിയൊരിക്കലും വേദനിക്കേണ്ടതില്ലാത്ത, ഇനിയൊരിക്കലും മനപ്രയാസമില്ലാത്ത, സലാം മാത്രമുള്ള സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു ലോകം. അതാണ്. ഞങ്ങളിൽ നിന്ന് എല്ലാ ദുഃഖവും അള്ളാഹു പോക്കിക്കളഞ്ഞല്ലോ, ഇനി ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. അതല്ലെങ്കിൽ ഈ നരകമാകുന്ന ഭയാനകമാകുന്ന ഒരവസ്ഥ അതിലേക്ക് എത്തിപ്പെടുകയില്ലോ എന്നുള്ള ആശങ്ക പോലും ഇല്ലല്ലോ. അതൊക്കെ പോയല്ലോ. ഇന്ന റബ്ബന, തീർച്ചയായിട്ടും ഞങ്ങളുടെ നാഥൻ, ലഗഫൂർ, ഏറെ പൊറുക്കുന്നവനാണ്, ശക്കൂർ, വളരെ നന്ദിയുള്ളവനും തന്നെ. റബ്ബ് നോക്കൂ, നിങ്ങൾ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്ക് റബ്ബ് കൊടുക്കുമല്ലോ, കൊടുക്കണല്ലോ.
അപ്പം അതാണ്, അവൻ്റെ തിന്മകൾ പുറത്തു കൊടുക്കും, പാപങ്ങൾ പുറത്തു കൊടുക്കേണ്ടവർ പുറത്തു കൊടുക്കപ്പെടും. അതിനാണ് തൗബ, അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞതും അതിനാണ്. അപ്പോൾ അവരാദ്യം പറയാതാണെന്നാണ്. ഈ നരകം കൊണ്ട് കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാൽ ഒരു മനുഷ്യൻ ആദ്യം പറയുന്നത് അൽഹംദുലില്ലാ എന്നായിരിക്കും. കാരണം അവസാനത്തെ പരീക്ഷണം നരകായിരിക്കും എന്നാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ റബ്ബ് എന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനമായി സ്വർഗത്ത് പ്രവേശിക്കുന്ന ഒരാളുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു അവനോട് പറയുന്നതാണ്, നീ ആഗ്രഹിച്ചോളൂ എന്ന് പറയും. നരകത്തിൽ നിന്നുള്ള ശിക്ഷയൊക്കെ കഴിഞ്ഞ് അദാബിൻ്റെ അങ്ങേയറ്റം കണ്ട് അങ്ങേയറ്റം വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് അവൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് അവൻ ചെയ്ത കുറഞ്ഞ നന്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ നന്മകളുടെ പേരിൽ അവൻ സ്വർഗത്തിലേക്ക് പോകാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഈ ആഗ്രഹിച്ചോ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആഗ്രഹിച്ചോ. അവനവൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ, വലിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അള്ളാഹ് പറയും, നീ ആഗ്രഹിച്ചത് മുഴുവനും അതിൻ്റെ ഇരട്ടി നിനക്കുണ്ട് എന്നാണ്. അതാണ് സ്വർഗത്തിൽ ഏറ്റവും അവസാനമായി കടക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും ആദ്യം കടക്കുന്നവർക്ക്? അല്ലദീ, വീണ്ടും പറയാണ്, എങ്ങനത്തെ അള്ളാഹുവാണ്? അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫളിഹി, അഹല്ലനാ, ഞങ്ങളെ ഇറക്കി, ഞങ്ങളെ അധിവസിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുവന്നു, ദാറൽ മുഖാമ, സ്ഥിരവാസത്തിൻ്റെ കേന്ദ്രത്തിലേക്ക്, മിൻ ഫളിഹി, അവൻ്റെ അനുഗ്രഹം കൊണ്ട്, ലാ യമസ്സുനാ ഫീഹാ നസബ് വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. ലാ യമസ്സുനാ ഫീഹാ, ഇവിടെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല, സ്പർശിക്കുകയില്ല, നസബ്, ഒരു വിഷമം, വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്, ഒരു ക്ഷീണം, ഒരു പ്രയാസം, ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരു ഞെരുക്കം, ഒരു ബുദ്ധിമുട്ട്, ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയല്ലോ. അത് പറയുന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണല്ലോ. പല രോഗങ്ങളും പല ദുരിതങ്ങളും പല ആശങ്കകളും പല ബേജാറുകളും ഉള്ള ആളുകളാണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു ലോകം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വലിയ അനുഗ്രഹം വേറെന്താ പ്രിയപ്പെട്ടവരെ? അപ്പം അള്ളാഹുവിനോട് സ്വർഗത്തിലെത്തിയൊരു മനുഷ്യൻ പറയുന്നതാണ്, അള്ളാഹുവേ, ദുഃഖങ്ങളില്ലാത്തൊരു ലോകത്ത് ഞങ്ങൾ എത്തിച്ചെന്നല്ലോ, ഇനിയൊരു പ്രയാസം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലല്ലോ, ഇനിയൊരു ക്ഷീണം, ഇനിയൊരു ദുരിതം ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ. ജീവിതകാലത്ത് അത്രയേറെ ദുരിതങ്ങൾ സഹിച്ച ഒരാൾക്ക് സ്വർഗത്തിൻ്റെ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മറന്നു പോകുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരാണ്, ഞെരുക്കമില്ലാത്ത, വിഷമമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, അസഹ്യമായിട്ടൊന്നും അനുഭവിക്കേണ്ടതില്ലാത്ത ഒരു ലോകം, അതാണ് സ്വർഗം എന്നാണ്. അപ്പോൾ അവിടെ സ്ഥിരവാസത്തിൻ്റെ കേന്ദ്രമാണ്, ഭവനമാണ്. അവിടെ എത്തിക്കുക എന്നുള്ളതാണ് വലിയൊരു കച്ചവടമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് ലാഭകരമാകുന്നത് ഇങ്ങനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. അള്ളാഹു നമ്മുടെ കച്ചവടമൊക്കെ ലാഭാക്കി തരട്ടെ. കാരണം നമ്മൾ എത്രയോ സമയം ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട്, നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആരെയും ഉപദ്രവിക്കാതെ, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, നമുക്ക് ആരോടും അസൂയ ഉണ്ടാകരുത്, നമുക്കാരോടും മനസ്സിൽ പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടാകരുത്. കൽബുൻ സലീം ആയി നമുക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണം. അങ്ങനെയൊക്കെ ജീവിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ആ പ്രയാസം നമ്മളിവിടെ അനുഭവിച്ചാൽ പരലോകത്ത് ഒരു പ്രയാസം ഇല്ലാതെ നമുക്ക് സ്വർഗത്തിലെത്താന്നാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.